ഹായ് ഓൾ, മല്ലു കോടക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡെവോപ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഡെവോപ്സ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവോപ്സ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡെവോപ്സ് എന്ന് പറയുന്നത് തന്നെ രണ്ട് ടെർമിനോളജി ഒന്നിച്ചു ചേരുന്നതാണ്. അതായത് ഒന്ന് ഡെവലപ്മെന്റ് ടീം, പിന്നെ രണ്ടാമത്തത് ഓപ്പറേഷൻസ് ടീം. ഈ രണ്ട് ടെർമിനോളജീസ് ഒന്നിച്ചു ചേരുന്നതാണ് നമുക്ക് ഡെവോപ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അതായത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമിനകത്ത് ഒന്ന് ഡെവലപ്മെന്റ് ടീമും കാണും, ഓപ്പറേഷൻസ് ടീമും കാണും. ഈ ഡെവലപ്മെന്റ് ടീമിന്റെ ജോലി എന്ന് പറയുന്നതാണ് പ്ലാനിങ്, ഡിസൈനിങ്, പിന്നെ ആ കോഡ് ബിൽഡ് ചെയ്യുക, അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ഡെവലപ്മെന്റ് ടീംസ് ആണ്. അവർ ഈ ചെയ്ത കോഡ് ബിൽഡ് ചെയ്തതും പ്ലാൻ ചെയ്ത സംഭവങ്ങളും മൊത്തത്തിൽ ചെയ്ത പ്രോജക്റ്റ് ഓപ്പറേഷൻസ് ടീമിന് കൊടുക്കുകയും അവർ അത് ടെസ്റ്റ് ചെയ്യുക, അതിന്റെ ഫങ്ഷനാലിറ്റി ചെക്ക് ചെയ്യുക, ഇത് കറക്റ്റായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അതെല്ലാമാണ് നമ്മുടെ ഓപ്പറേഷൻസ് ടീമിന്റെ ജോലി. അങ്ങനെ ഇത് രണ്ടും ചേരുന്നതാണ് നമ്മൾ ഡെവോപ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഡെവലപ്മെന്റ് ടീമിൽ നിന്ന് കിട്ടുന്ന പ്രോജക്റ്റിൽ എന്തെങ്കിലും ബഗോ എറേഴ്സോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൊടുക്കേണ്ട ജോലി എന്ന് പറയുന്നതാണ് ഓപ്പറേഷൻസ് ടീമിന്റെ. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻസ് ടീമിന്റെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ഡെവലപ്പേഴ്സ് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. പക്ഷെ ഇതിനൊരു കുഴപ്പമെന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതായത് ഓപ്പറേഷൻസ് ടീമിന്റെ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സ് നോക്കിയിരിക്കണം. അപ്പൊ അവര് വേറെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അഥവാ തന്നെ അവരൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഒരു പ്രോജക്റ്റിലോട്ട് നോക്കാൻ പറ്റില്ല, അതിന് ആവശ്യമായിട്ടുള്ള സമയം കിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പല കുഴപ്പങ്ങൾ ഈ ഒരു മെത്തേഡിന് ഉണ്ടായിരുന്നു. അതായത് പണ്ട് കാലത്ത് ഡെവോപ്സ് വരുന്നതിന് മുമ്പ്. ഇപ്പൊ ഞാൻ അതിലൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാനൊരു ഓപ്പറേഷൻസ് ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാന്ന് വെച്ചു. എനിക്കൊരു ഡെവലപ്പറുടെ അഥവാ ഒരു ഡെവലപ്മെന്റ് ടീമിന്റെ ഒരു കോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടി. ഞാനത് ടെസ്റ്റ് ചെയ്ത് ഇത് കഴിഞ്ഞ് അത് ഡെവലപ്മെന്റ് ടീമിന് കൊടുത്തപ്പം അവര് ആ ഡെവലപ്മെന്റ് ടീമിൽ വർക്ക് ചെയ്യുന്ന വേറൊരു പ്രോജക്റ്റുമായിട്ട് ബിസി ആയിരിക്കും. അവർക്ക് ഈ ഒരു സമയം കൊണ്ട് ഈ ഈ ഞാൻ കണ്ടുപിടിച്ച എററോ ബഗോ റിസോൾവ് ചെയ്യാനുള്ള സമയമൊന്നും കാണില്ല. അപ്പം അവിടെ നമുക്ക് ഇപ്പൊ കറന്റ്ലി റൺ ആയിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൽ ഒരു ഡിലേ വരികയും അത് അതിന്റെ ഒരു എഫിഷ്യൻസിയും, അതിന് കുറെ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ആ യൂസേഴ്സിനെയും എല്ലാരെയും അത് ബാധിക്കും. ഇവിടെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഡെവലപ്മെന്റ് ടീമും ഓപ്പറേഷൻസ് ടീമും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന ഒരു പേരാണ് നമ്മൾ ഡെവോപ്സ്. നമുക്ക് ഡെവോപ്സിന്റെ സിമ്പല് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്. അതായത് ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് സ്റ്റോപ്പ് ആവുന്നതല്ല. അതായത് ഇപ്പം ഡെവലപ്പേഴ്സ് കോഡ് ബിൽഡ് ചെയ്യുന്നു, അത് തിരിച്ച് ഓപ്പറേഷൻസ് ടീമിന് കൊടുക്കുന്നു, അവർ അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നു, തിരിച്ച് വീണ്ടും ഡെവലപ്പേഴ്സിന്റെ അടുത്ത് പോകുന്നു. അപ്പം ഇതൊരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടൈം അധികമായിട്ട് വരുന്നില്ല, ടൈം കൺസംഷൻ ഓവറായിട്ട് വരുന്നില്ല, എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആണ് ഡെവോപ്സ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഡെവോപ്സ് അപ്രോച്ച് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ഓർഗനൈസേഷനകത്ത് പുതിയ പുതിയ ചേഞ്ചസ് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനും, അതായത് അവരുടെ ആപ്ലിക്കേഷനകത്ത് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനും, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഡെവോപ്സ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നതിലൂടെയും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെയും. അതേപോലെ തന്നെ നമ്മൾ ഈ ഡെവോപ്സ് അപ്രോച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്യൂബർനെറ്റ്സ്, ഗിറ്റ്, ഡോക്കർ, ജെങ്കിൻസ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ടൂൾസ് ഉണ്ട് ഈ ഡെവോപ്സ് പ്രാക്ടീസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഓരോ ടൂൾസിനും അതിൻ്റെതായ പ്രത്യേകതയും അതിൻ്റെതായ വർക്കിങ്ങും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അതായത് എന്താണ് ഡെവോപ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവോപ്സ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. See you in next video.